വെൽക്കം ബാക്ക്. സൺഡേ സ്പെഷ്യൽ എന്താന്ന് നോക്കിയാലോ. നെയ്ച്ചോറ്, ഇതാ ചിക്കൻ പൊരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നല്ല തേങ്ങ അരച്ച് ചിക്കൻ കറി, അത് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇതാണിപ്പോൾ കിച്ചുവിൻ്റെ ഫേവറേറ്റ് ചിക്കൻ കറി. തേങ്ങ അരച്ച് നല്ല ചൂട് വറക്കുന്ന കറി. ഇതാണ് പോകാൻ ഇഷ്ടം. ഇപ്പം നെയ്ച്ചോറുണ്ടാക്കി ഇതാണ് പുള്ളിക്കാരൻ കഴിക്കുന്നത്. ഇതാ നല്ല ചൂട് വറക്കുന്ന കറി, നെയ്ച്ചോറ്, പിന്നെ പൊരിച്ചത്, പിന്നെ കുറച്ച് കരൾ കറി വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെയാണ്. അതിപ്പോൾ കഴിക്കത്തില്ല. അപ്പോൾ സൺഡേ ഇതൊക്കെയായിരുന്നു. ഇത് സൺഡേ സ്പെഷ്യലാണ്. ഞങ്ങളുടെ ചിക്കൻ ഇങ്ങനെ മുരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു? സൺഡേ മസ്റ്റാണ് ഞങ്ങൾക്ക്. നെയ്ച്ചോറും ചിക്കൻ കറിയും മസ്റ്റാണ്. കറിയും ചോറും എടുത്ത് വെച്ചു. ഒരു കഷ്ണം വേണം. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നെയ്ച്ചോറും ചിക്കൻ കറിയും. ഇത്രയും ചോറുണ്ടാക്കിയുള്ളൂ. ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചോറായിട്ട് ഉണ്ടാക്കി അവൻ കഴിക്കുന്നു. ലാപ്ടോപ്പൊക്കെ എടുത്ത് വെച്ച് കഴിക്കുന്നു. അച്ഛമ്മയെ കണ്ടുവരാം. കുറേ ദിവസം അച്ഛമ്മയെ കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 2-3 ആഴ്ചയായെന്ന് തോന്നുന്നു അച്ഛമ്മയെ കണ്ടിട്ട്. അപ്പം ഞാൻ 2 ആഴ്ച കൂടുമ്പോൾ പോയി കാണുന്നതായിരുന്നു. കുറച്ച് ലേറ്റായി. മോൻ എക്സാമൊക്കെ ആയതുകൊണ്ട് പോയില്ലായിരുന്നു. അപ്പോൾ ദാവൻ വരുന്നു. അപ്പോൾ നമുക്ക് അച്ഛമ്മയെ കണ്ട് വരാം. ബാക്കി വിശേഷം അവിടെ ചെന്ന് നോക്കാം. ഓക്കെ. എന്താണെന്നറിയില്ല, ഇന്ന് മാനിപുരത്ത് തിരക്കില്ലായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എത്താൻ പറ്റി. അപ്പം നമുക്ക് അച്ഛമ്മയെ കണ്ടു വന്നാലോ. നോക്കിയപ്പോൾ അച്ഛമ്മ അതാ കോലായിലുണ്ട്. എല്ലാവരും ഉണ്ടായിരുന്നു. അനിയനും വൈഫും ചേച്ചിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛമ്മേൻ്റെ അടുത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. കുറേ നാൾ ഇപ്പോൾ അച്ഛമ്മേനെ കണ്ടിട്ട്. അപ്പോൾ അച്ഛമ്മ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയും വൈകിയല്ല മക്കളെ എന്നൊക്കെ പറഞ്ഞു. അച്ഛമ്മയ്ക്ക് ഞങ്ങളെപ്പോഴും എല്ലാവരും എപ്പോഴും ചെല്ലുന്ന ഭയങ്കര ഇഷ്ടം കേട്ടോ. അച്ഛമ്മയ്ക്ക് എല്ലാവരും എപ്പോഴും ഉണ്ടാവണം. മക്കളും ഞങ്ങളും എല്ലാവരും എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുന്ന അച്ഛമ്മ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അച്ഛമ്മയ്ക്ക് വേറെ ഒന്നും വേണ്ട. നമ്മളെല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെന്നാൽ മതി. പിന്നെ കുഞ്ഞൂസൊക്കെ അച്ഛമ്മേൻ്റെ ഒക്കെ വീടിൻ്റെ താഴെ തന്നെയാണ്. അതുകൊണ്ട് ഓളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോരാണ്ട്. കുഞ്ഞൂസിന് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അച്ഛമ്മ ഭയങ്കര വിഷമമാണ് കേട്ടോ. അത്രയും കാര്യമാണ് മക്കളോട് അച്ഛമ്മയ്ക്ക്. അച്ഛമ്മ കൊടുത്തതാണ് ഈ സാധനം രാഖി. അപ്പോൾ അച്ഛമ്മ കയറ്റാം. നിങ്ങളെ ആത്തോയിക്കോളൂ കേട്ടോ. കൊതു കടിക്കുങ്ങളാ. ആ കവറ് മരുന്നെടുത്തോ. ഞങ്ങൾ ഓണാകുമ്പോൾ വരാം കേട്ടോ. ഇപ്രാവശ്യം എന്താ വേണ്ടത്? സെറ്റ് മുണ്ടാണോ? എങ്കിൽ ലുങ്കി മതിയോ? മതിയല്ലേ? എങ്കിൽ വാങ്ങി വരാം കേട്ടോ. വാങ്ങി വരേ. എങ്കിൽ ഞങ്ങൾ ഓണത്തിന് വരാം കേട്ടോ. പോട്ടെ. ശരി അച്ഛമ്മ. ഓക്കെ ഗൈസ്, അന്ന് നമ്മൾ ദിവസം ഒരു വീഡിയോയിൽ ചെറിയൊരു കാന്താരീൻ്റെ തൈ നട്ടില്ലായിരുന്നു. അതാണ് ഗൈസ് ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിറയെ മുളകായിട്ട് നിൽക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്, നിറയുണ്ട് ഗൈസ്. ചെറിയൊരു തൈ നമ്മൾ നട്ടതാണ്. നന്നായിട്ടുണ്ട്, നിറയുണ്ട്. ഇങ്ങനെ ദൂരമുള്ള നമ്മൾ നട്ടതാ. ഇപ്പം എൻ്റെ അത്രയും വളർന്നതാ നിൽക്കുന്ന. ഭയങ്കര സന്തോഷം. നിറയെ ചീരാമുളകായപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇത്രയും മുളക് കിട്ടി. അന്ന് നമ്മൾ നട്ട് വെള്ളമൊഴിച്ച് വളർത്തിയതാണ്. ഇതാ അവൾ പറിച്ചുകൊണ്ട് നിൽക്കുന്ന. ഇങ്ങനെ ഉണ്ടാവില്ല. ഞങ്ങൾ വിചാരിച്ചില്ല അല്ലേ നട്ടപ്പോൾ. ഇത്ര ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ. സംഭവം പൊളിയായിരിക്കുന്നു. വലിയൊരു ചെടി അയക്കുന്നു. ഇതിന് ഇത്രയും കൊടുക്കണം. 10-200 രൂപ കൊടുക്കണം കടയിൽ. നല്ല പൈസ കിട്ടും. പിന്നെ അപ്പോൾ അങ്ങനെ സന്തോഷം. സ്വന്തം കൈകൊണ്ട് നമ്മൾ ഒരു സാധനം വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വിളവെടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമല്ലേ. എൻ്റെ മോളെ ഇവർ കളിയാക്കുന്നു ഗൈസ്. 2 ചീരാമുളക് തിന്നുന്നവർക്ക് തിന്നുന്നവർക്ക്
ഒരു ഐസ്ക്രീം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ്. കുറച്ച് സന്ധ്യയായി. അപ്പം പിന്നെ പെട്ടെന്ന് വരാമെന്ന് വിചാരിച്ചു, നാളെ എക്സാമൊക്കെ അല്ലേ. അങ്ങനെ തിരിച്ചു വന്നപ്പോഴാണ് ഉണ്ണിയേട്ടൻ്റെയൊക്കെ പഴയ വീട്. കണ്ടോ, ഉണ്ണിയേട്ടൻ്റെയൊക്കെ പഴയ വീടാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഇവിടെ വേറെ ആരോ താമസിക്കുകയാണ്, അവർ കൊടുത്തിട്ട് പിന്നെയാണ് അപ്പുറത്തെ സൈഡിലേക്ക് പോയത്. അപ്പോൾ അതുകൂടെ ഒന്ന് വീഡിയോയിലേക്ക് എടുത്ത് മോനോടൊക്കെ പറഞ്ഞാണ്. മോനൊക്കെ അറിയാം കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. നാളെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം പിന്നൊരു വീഡിയോയിൽ കാണാം ഗായ്സ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും കാണാം. ഓക്കെ ഗായ്സ്.